മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രൊഡക്ഷൻ ഹൗസുകളും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോഴിതാ ഒരു പ്രൊഡ്യൂസർ കൂടി മോഹൻലാലിന്റെ അടുത്തെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച പ്രൊഡ്യൂസറുകളിൽ ഒരാളായ ആഷിഖ് ഉസ്മാനാണ് മോഹൻലാലിന്റെ അടുത്തെത്തിയിരിക്കുന്നത്. ഒരു പുതിയ പടം ചെയ്യുന്നതിന് വേണ്ടി തന്നെ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചപ്പോൾ തന്നെ ഇത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തിരുന്നു. ആഷിഖ് ഉസ്മാൻ മോഹൻലാലിനൊപ്പം ഒരു ഫോട്ടോ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. സംവിധായകൻ അജയ് വാസുദേവ്, നിർമ്മാതാവ് ജോബി ജോർജ് ഒക്കെ കമന്റായും സ്റ്റോറിയായും ഒക്കെ ആശംസകൾ നേർന്നും കാണാമായിരുന്നു. ഒരുപക്ഷെ ഒരു പ്രോജക്റ്റ് ഡിസ്കഷൻ നടന്നിട്ടുണ്ടാകാം എന്നതും പിന്നീട് വലിയ വാർത്തകളായി വന്നു. ചില പേജുകൾ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തുവെന്നും പലരും എടുത്തു പറയുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചാൽ സന്തോഷം മാത്രമെന്നാണ് പ്രേക്ഷകർ പിന്നെ അഭിപ്രായം പറഞ്ഞത്. ആഷിഖ് ഉസ്മാൻ ആകുമ്പോൾ നല്ലൊരു ഡയറക്ടർ, റൈറ്റർ ഒക്കെ ആവും പടത്തിലേക്ക് വരാൻ സാധ്യത. ഇതുപോലത്തെയൊക്കെ പ്രോജക്റ്റുകൾ വന്നിട്ട് ഇടയ്ക്കൊരു ഷാജി കൈലാസ് പടം വന്നാൽ കുഴപ്പമില്ല എന്നാണ് തോന്നലെന്നും പലരും ഇപ്പോൾ അഭിപ്രായം പറയുകയാണ്. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ ഗംഭീര സിനിമകളാണ് മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു സൂപ്പർ താരത്തിനൊപ്പം ആഷിഖ് ഉസ്മാന്റെ പടം വന്നാൽ അതൊരു ഗംഭീര സംഭവമാകും. അതും മോഹൻലാലിനൊപ്പമാണെങ്കിൽ ഗംഭീരം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എത്തിയെങ്കിലും അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല ആഷിഖ് ഉസ്മാൻ മോഹൻലാലിനെ കണ്ടത് ഒരു പടത്തിന് വേണ്ടിയുള്ള ഡിസ്കഷനിലാണോ എന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ ട്രാക്കർമാർ അതിനുള്ള ഉത്തരവും നൽകിയിരുന്നു. ഈ ജനറേഷനിലെ ഏറ്റവും മോസ്റ്റ് ആപ്പനിങ് പ്രൊഡ്യൂസറാണ് മോഹൻലാലിനൊപ്പം എത്തിയിരിക്കുന്നത്. അദ്ദേഹം എത്തിയത് വെറുതെയൊന്നുമല്ല. ആഷിഖ് ഉസ്മാൻ എത്തിയത് മോഹൻലാലിനോട് കഥ പറയാൻ തന്നെയാണ്. മോഹൻലാലിനോട് അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ആഷിഖ് ഉസ്മാൻ. ഇനി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്കഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും. അങ്ങനെ വീണ്ടും ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ ഒരു മോഹൻലാൽ ചിത്രം എന്നൊരു പുതിയ വാർത്ത. എന്തായാലും മോഹൻലാലിനോട് അദ്ദേഹം കഥ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം മോഹൻലാൽ തന്നെയാണ് ഉത്തരം നൽകേണ്ടതും. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മോഹൻലാലിന്റെ സിനിമകളിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് നേരത്തെ പറയാനുണ്ടായിരുന്നു. ചിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച്. അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും കേട്ടില്ല എന്നതാണ് കൗതുകമാകുന്നത്. പ്രൊഡ്യൂസർ വരെ സെറ്റായ സിനിമയായിരുന്നു. ഗോകുലം ഗോപാലനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന മോഹൻലാൽ ചിത്രമായിരുന്നു ചിത്തു മാധവന്റേത് എന്ന വലിയ വാർത്തകളാണ് ട്രാക്കർമാരും മൂവി അനലിസ്റ്റുകളും നമുക്ക് തന്നത്. എന്നാൽ ഒഫീഷ്യലായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റും ഇതിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചില്ല. പക്ഷേ ഇത് ഉപേക്ഷിച്ചോ അതോ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നതൊക്കെയാണ് പലരുടെയും ചോദ്യങ്ങൾ. എന്നാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളതും. ഈ ചിത്രം സംഭവിക്കണമെങ്കിൽ ജിത്തു മാധവൻ അടുത്ത ചില പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കണം. ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ആണെങ്കിലോ സാക്ഷാൽ തമിഴകത്തെ സൂര്യയുമായി. അതെ, ജിത്തു മാധവൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സൂര്യ ചിത്രമാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറയുന്നത്. സൂര്യയുമായി ബന്ധപ്പെട്ട് ഗംഭീര സിനിമകൾ സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ അടുത്തിടെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ ലൈനപ്പുകളിൽ ഗംഭീര ഡയറക്ടർമാർ അദ്ദേഹത്തിന് ഗംഭീര സിനിമകൾ തന്നെ നൽകാൻ പോകുന്നു. അതിൽ പല പേരുകളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ വന്നാൽ സൂര്യയുടെ കരിയർ തന്നെ മാറിമറിയും. കാരണം സൂര്യയുടെ ഇപ്പോഴത്തെ റിലീസുകളൊന്നും അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടില്ല. അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. അപ്പോഴാണ് അതിൽ തന്നെ ഒരു ഗംഭീര ചിത്രമായ വടിവാസൽ ഉപേക്ഷിച്ചു പ്രൊഡ്യൂസർ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പ്രൊഡ്യൂസർ തന്നെയാണ് ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞത്. അത് ആരാധകരുടെ വലിയ വിഷമവും ഉണ്ടാക്കി. സിനിമ ഒരുക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തോളം കാളപ്പോരിൽ ട്രെയിനിങ് എടുക്കുകയും പിന്നീട് ഒരു വർഷം ഷൂട്ടിംഗ് എന്ന വെട്രിമാരന്റെ ആവശ്യമാണ് സൂര്യ ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറാൻ കാരണം ആയത്. കൂടാതെ ഈ 2 വർഷ കാലയളവിൽ മറ്റൊരു ചിത്രം കമ്മിറ്റ് ചെയ്യാൻ സൂര്യയ്ക്ക് പറ്റുകയും ഇല്ല. അതോടെ സൂര്യ സിനിമയിൽ നിന്നും ഒഴിഞ്ഞു. ഇപ്പൊ തന്നെ സൂര്യ ഒരുപാട് ഫ്ലോപ്പ് സിനിമ ചെയ്ത് ഓൾറെഡി മോശം അവസ്ഥയിലാണ്. പിന്നെ പ്രായം കൂടുന്നു. ഈ ഒരു ടൈമിൽ ഇനിയും വർഷങ്ങൾ കളയുക എന്ന് പറഞ്ഞാൽ ഇങ്ങരുടെ പീക്ക് ടൈമിൽ ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു. എന്തായാലും സൂര്യ ഇപ്പോൾ നമ്മുടെ ആവേശം ഡയറക്ടർ ജിത്തു മാധവന്റെ കൂടെയാണ് ഇനി പടം ചെയ്യുന്നേ, അതും പോലീസ് റോളിൽ. അതുകൊണ്ട് എന്തായാലും ഒരു ഹിറ്റ് ഉറപ്പാണെന്ന് പ്രേക്ഷകർ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. പിന്നെ വേറൊരു ഭാഗ്യം STRനാണ്. സൂര്യ പടം ഡ്രോപ്പ് ആയതോടെ വെട്രിമാരൻ സെമ്പുവിനെ വെച്ചാണ് അടുത്ത പ്രോജക്റ്റ് ഓൺ ആക്കിയത്. അതും വടചെന്നൈ യൂണിവേഴ്സൽ വരുന്ന പടം. STRന് പിന്നെ അടിപൊളി ഡയറക്ടർ കിട്ടിയാൽ പുള്ളി അങ്ങ് അഴിഞ്ഞാടും. പോരാത്തതിന് ഇത് ഗ്യാങ്സ്റ്റർ പടം കൂടി ആകുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റ് ആണ് എന്നതും പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വരികയാണ്. പടത്തിന്റെ ട്രയൽ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി എന്നതും ഈ അവസരത്തിൽ പറയേണ്ടതാണ്. ഈ ചിത്രത്തിൽ ഡയറക്ടർ നെൽസണും ഒരു റോളിൽ എത്തുന്നു എന്നതും പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സൂര്യയിൽ നിന്നും പോയതും സൂര്യയിലേക്ക് വന്നതുമായ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യയിൽ നിന്നും ഗംഭീര റോളും ഹിറ്റും പ്രതീക്ഷിച്ച സിനിമകളാണ് കൈവിട്ടു പോയത്. എന്നാൽ സൂര്യ മലയാളി കൂടിയായ ജിത്തു മാധവനൊപ്പം കൈകൊടുക്കുന്നെങ്കിൽ അത് വെറുതെ ആയിരിക്കത്തില്ല എന്ന് മലയാളി പ്രേക്ഷകർ ഉറപ്പിക്കുകയാണ്. കാരണം ജിത്തു മാധവൻ ഒരു ഗംഭീര സംവിധായകനാണ്. മോഹൻലാലിനൊപ്പം കൂടിയപ്പോഴും ഒരു ഗംഭീര സിനിമ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊക്കെ സൂര്യ ചിത്രത്തിന് ശേഷമായിരിക്കും സംഭവിക്കുക എന്ന് പ്രതീക്ഷിക്കാം. ഒഫീഷ്യലായി ഒന്നിന്റെയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ സൂര്യയും ജിത്തു മാധവനും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തമിഴകത്ത് നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു ഗംഭീര മോഹൻലാൽ സിനിമയും പ്രതീക്ഷിക്കാം.